മെയ് 6-നാണ് തൃശ്ശൂർ പൂരം. ഇനി ഒരാഴ്ച തൃശ്ശൂർ പൂര ലഹരിയിൽ അങ്ങ് അലിഞ്ഞു ചേരും. ഇപ്പോൾ ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. വിവരങ്ങളുമായി ഇപ്പോൾ ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, പൂരാവേശം എന്തൊക്കെയാണ്? രാവിലത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ, വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ശരത്ത്, ഇന്നലെ പൂരത്തിന് കൊടിയേറിയത് മുതൽ തൃശ്ശൂർ വലിയ ആവേശത്തിലാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പൂരത്തിനോടനുബന്ധിച്ച് നടക്കേണ്ട കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പുറകിൽ കാണുന്നത് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ട്. വെടിക്കെട്ട് നടത്താനുള്ള കുഴികൾ എടുത്തു വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ കുറച്ച് സമയം വരെ ഈ നിർമ്മാണ തൊഴിലാളികൾ ഇത്തരത്തിൽ കുഴികളെടുത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവമ്പാടി ദേശത്തിൻ്റെ വെടിക്കെട്ടാണ് ഈ ഭാഗത്തായി നടക്കുക. അതിനു വേണ്ടിയിട്ട് മുണ്ടത്തിക്കോട് സതീശൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കരിമരുന്ന് ശേഖരം തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടത്തിക്കോട്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട്, വളരെ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള അമിട്ടുകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് തങ്ങൾ. അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന 4-ാം തീയതി മുതൽ തന്നെ എല്ലാവരും തൃശ്ശൂർ പൂരത്തിന് എത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് ഓരോ മേഖലകളിലും. ഇപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് അവിടെ പന്തലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ റോഡിൻ്റെ നടുഭാഗത്തായിട്ട് ആ പന്തലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ തലേ ദിവസത്തോട് കൂടിയിട്ട് അത് പൂർണ്ണ സജ്ജമാകും. പിന്നെ ഇത്തരത്തിലുള്ള നിരവധി ലൈറ്റുകളൊക്കെ ഘടിപ്പിച്ച് വലിയ വളരെ ഭംഗിയുള്ള ഒരു പന്തലായി മാറും അത്. ഇപ്പോൾ തൊട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. പോലീസുകളുടെ CCTV ദൃശ്യങ്ങൾ വളരെ കനത്ത സുരക്ഷ തന്നെ ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി CCTV ഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ പൂരം ദേവസ്വങ്ങളും എല്ലാം വലിയ ആവേശത്തിലാണ്. എല്ലാ രീതിയിലും ഒരു രീതിയിലുമുള്ള പ്രയാസങ്ങളില്ലാതെ ഓരോ കലാപ്രേമിക്കും പൂരപ്രേമിക്കും പൂരം ഇത്തവണ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നീക്കങ്ങളാണ് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ സമയങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. അവലോകനം, തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ എല്ലാം നടന്നു വരികയാണ്. ഇനി ഒരാഴ്ചക്കാലം മെയ് 6-നാണ് തൃശ്ശൂർ പൂരം. അതിൻ്റെ വലിയ ആവേശത്തിലും ഒരുക്കത്തിലും തൃശ്ശൂർ കടന്നു പോകുന്നു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.